കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പോയിരുന്നാട്ടെ. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വലിയൊരു സെലിബ്രേഷൻ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന വലിയൊരു മീറ്റിംഗ് നടന്നു. ലോകപ്രശസ്തരായ പല വലിയ ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുകയും നമ്മുടെ നഗരം ആത്മാവിൻ്റെ പുതിയൊരു ഒഴുക്കിന് വേണ്ടി വിധേയപ്പെടുകയും ചെയ്തു. ഈ മീറ്റിങ്ങിൻ്റെ സംഘാടകർ ഈ മീറ്റിങ്ങിൻ്റെ തീരുമാനമെടുക്കുന്നതിന് മുൻപ് 2024 നവംബർ മാസം 27-ാം തീയതി ഇവിടെ ഒരു ശുശ്രൂഷ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രവചിച്ചിരുന്നു. ആമേൻ. അതിൻ്റെ സംഘാടകർക്ക് പോലും ആ കാര്യം അറിയത്തില്ല, ഇങ്ങനൊരു ശുശ്രൂഷ നടക്കുമെന്നും. അതിൻ്റെ വലിയൊരു ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് നമ്മുടെ സഭയാണെന്ന് ദൈവാത്മാവെന്ന് ദൂത് പറഞ്ഞിരുന്നു. ആമേൻ. അതിൻ്റെ വലിയ ക്രമീകരണങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു. ആമേൻ. അതിൻ്റെ വിശദാംശങ്ങൾ സഭയുടെ വളർച്ചയുടെ പടവുകളിലെ വാക്കി ഞാൻ റിവീൽ ചെയ്യത്തുള്ളൂ. ഇപ്പോഴത് പറയുന്നില്ല. പക്ഷേ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തത കാണിച്ചു. കർത്താവ് അത് നമുക്ക് വേണ്ടി ഒരുക്കി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു നിമിഷം അത് അവിടെ സംഘടിപ്പിച്ചവരെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ആ വലിയ കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. ഈ നഗരത്തോട് ഇത്ര വിപുലമായ നിലയിൽ ദൈവവചനം പങ്കുവെച്ച ദൈവദാസന്മാർക്കായി സ്തോത്രം. അതിൻ്റെ മുൻനിരയിൽ നിന്ന ദൈവദാസൻ ആർ എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് ശുശ്രൂഷിച്ചു പോയ മണ്ണിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാലുകുത്തിയ ഓരോ ദൈവ മനുഷ്യന്മാർക്കായിട്ടും സ്തോത്രം. സുവിശേഷത്തിൻ്റെ വയലിൽ ഞാൻ കുരുക്കി തരാൻ ദൈവം ഇവിടെ ഇറക്കിയതൊന്നും ചെറിയ പുള്ളികളെ അല്ല, അതികായകന്മാരെ ആയിരുന്നു. നാഥന് ഞങ്ങളോട് തോന്നിയ കരുണയ്ക്കായി സ്തോത്രം. അതിശയങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇങ്ങനൊരു മനോഹര ശുശ്രൂഷ ഇവിടെ സംഘടിപ്പിച്ചതിന് ഞങ്ങൾ പവർ വിഷൻ ടിവിയോടും കർത്താവിൻ്റെ ദാസൻ ആർ എബ്രഹാമിനോടും ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന് ശ്രേഷ്ഠമായ കടപ്പാടുകളുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ പരസ്യമായി അറിയിക്കുന്നു. കാരണം പരിമിതമായ നിലയിലായിരിക്കാം ഒരുപക്ഷെ ഞങ്ങളെക്കൊണ്ട് നോക്കിയാലൊക്കെ സാധിക്കുക. പക്ഷേ വിപുലമായ നിലയിൽ നിങ്ങളത് ചെയ്തതിലൂടെ ദേശം സുവിശേഷത്താൽ ഉണർത്തപ്പെട്ടു. അതിൻ്റെ സന്തോഷത്തിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.